ഗോപൻ സ്വാമിയുടെ തിരോധാനം തിരുവനന്തപുരം ജില്ലയിലെ നെയ്റ്റങ്കര എന്ന പട്ടണത്തിൽ ഒരു വിവാദ കേസിനെ സൂചിപ്പിക്കുന്നു. വിരമിച്ച ദിവസക്കൂലിക്കാരൻ ഭക്ത ഹിന്ദുവായ ഗോപൻ സ്വാമിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹമായ സാഹചര്യങ്ങൾ ഈ സംഭവത്തിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം സമാധി നേടിയതായി അവകാശപ്പെട്ടു. പലപ്പോഴും മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പര വിരുദ്ധമായ വിവരണങ്ങൾ, മതപരമായ സംവേദനങ്ങൾ, നിയമപാലകരുടെ അന്വേഷണങ്ങൾ എന്നിവ കാരണം ഈ കേസ് പൊതുസമൂഹത്തിലും നിയമപരമായ ശ്രദ്ധയിലും ശ്രദ്ധ പിടിച്ചു. 60കളുടെ അവസാനത്തിൽ പ്രായമുള്ള ഗോപൻ സ്വാമി ഹിന്ദു ആചാരങ്ങളുടെ അഗാധമായ ഭക്തിക്ക് പേരുകെട്ട ഒരു റിട്ടയർഡ് ദിവസ വേതനക്കാരനായിരുന്നു. കുടുംബത്തോടൊപ്പം നെയ്യാറ്റിൻകരയിലായിരുന്നു താമസം. 2025 ജനുവരി 9 അയൽക്കാർ അദ്ദേഹത്തെ കാണാനില്ലെന്ന് പോലീസിൽ പരാതിപ്പെട്ടു. ഇത് അന്വേഷണത്തിന് പ്രേരിപ്പിച്ചു. അധികാരികൾ അന്വേഷിച്ചപ്പോൾ ഗോപന്റെ ബന്ധുക്കൾ പറഞ്ഞു അദ്ദേഹം സമാധി പ്രാപിച്ചുവെന്നും അവരുടെ വീടിനടുത്തുള്ള കോൺക്രീറ്റ് ശവകുടീരത്തിൽ സംസ്കരിച്ചുവെന്നും. ആളെ കാണാതായെന്ന റിപ്പോർട്ടായിട്ടാണ് പോലീസ് ആദ്യം കേസ് പരിഗണിച്ചത്. എന്നാൽ വീട്ടുകാരുടെ മൊഴികളിലെ വൈരുദ്ധ്യവും മെഡിക്കൽ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതും സംശയത്തിനിടയാക്കി. മരണകാരണം കണ്ടെത്തുന്നതിനും കുടുംബത്തിന്റെ അവകാശവാദങ്ങൾ പരിശോധിക്കുന്നതിനും മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കേരള ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചു. 2025 ജനുവരി 13 മൃതദേഹം പുറത്തെടുക്കാൻ പോലീസും ജില്ലാ ഭരണകൂടവും നടത്തിയ ശ്രമങ്ങൾക്ക് ഗോപന്റെ കുടുംബത്തിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുലോചനയും മക്കളായ സാനന്ദനും രാജസേനനും ശവകുടീരത്തിന് മുന്നിലിരുന്നു. ഇത് തുറക്കാൻ അനുവദിക്കാതെ ശക്തമായി പ്രതിഷേധിച്ചു. ഖനനം ചെയ്യുന്നത് മതവികാരം വ്രണപ്പെടുത്തുമെന്ന് കുടുംബം ബാധിച്ചു. ഹിന്ദു ഐക്യവേദി, VSDP തുടങ്ങിയ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ മതാടിസ്ഥാനത്തിൽ കുഴിച്ചെടുക്കുന്നതിനെതിരെ എതിർത്ത് സ്ഥലത്തെത്തിയതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി. അതേസമയം ഈ നേതാക്കൾ പുറത്തു നിന്നുള്ളവരാണ് വിഷയത്തിൽ ഇടപെടുന്നതെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ കല്ലറ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിഷേധം നിയന്ത്രിക്കാൻ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചെങ്കിലും സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂക്ഷമായതിനെ തുടർന്ന് അധികൃതർ കുഴിയെടുക്കൽ മാറ്റിവെച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി നടപടിക്ക് ഉത്തരവിട്ടിരുന്നെങ്കിലും സംഘർഷം ഒഴിവാക്കാൻ തുടർ നടപടികൾ മാറ്റിവെച്ചു. ഖനനം 2025 ജനുവരി 16 മാറ്റി. ജനുവരി 16 മൃതദേഹം പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിഷയം വിവാദമാകുകയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്തതോടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കുമെന്നും അന്വേഷണത്തിനായി കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കല്ലറ പൊളിക്കാനുള്ള ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേയും നൽകിയില്ല. പിന്നാലെ കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ ഗോപൻ സ്വാമിയുടെ മകൻ അച്ഛൻ മരിച്ചതല്ല സമാധിയാണെന്ന് ആവർത്തിച്ചു. കല്ലറയ്ക്ക് സമീപം മകൻ രാജസേനൻ പൂജ നടത്തുന്നത് മുടക്കിയില്ല. ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖയുണ്ട് എന്ന ചോദ്യത്തിന് ഫോട്ടോ വീഡിയോ ഒന്നുമില്ലെന്നും സമാധിക്ക് സമീപം സ്കാനർ വെച്ച് മനുഷ്യ ശരീര സാന്നിധ്യം കണ്ടെത്തിക്കൂടെ എന്നുമായിരുന്നു മകൻ സദാനന്ദൻ ചോദിച്ചു. കോടതിയെ മാനിക്കുന്നു, പക്ഷേ ഈ ഘട്ടത്തിൽ കോടതി നിലപാട് അംഗീകരിക്കാനാകില്ല. സമാധിയായതിന്റെ പടങ്ങൾ എടുത്തു വച്ചിട്ടില്ല. സമാധിയാകുന്ന ദിവസം മക്കൾ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ നിറവേറ്റിയതാണെന്ന് സദാനന്ദൻ പറഞ്ഞു. എന്നാൽ സമാധി പൊളിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി കൂടി നൽകിയതോടെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് കല്ലറ പൊളിച്ചത്. മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്തു. മൃതദേഹം ജീർണിച്ച നിലയിലല്ല. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് വെച്ച് തന്നെ നടത്താമെന്നായിരുന്നു നേരത്തെ ഉണ്ടായ തീരുമാനം. അതിനാൽ ഫോറൻസിക് സർജൻ അടക്കം സംഘം സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ അഴുകിയിട്ടില്ലാത്തതിനാൽ ഫോറൻസിക് സംഘം മടങ്ങി. കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളുമുണ്ട്. ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലാണ്. പുറകിലുള്ള ഭിത്തി കോൺക്രീറ്റിൽ തീർത്തതാണ്. മൃതദേഹം പുറത്തെടുക്കുന്നവരെ കുടുംബ സ്ഥലത്തേക്ക് വന്നിരുന്നില്ല. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ശേഷം മകനെ പോലീസ് ജീപ്പിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. മൃതദേഹം ഏറ്റെടുക്കുമെന്ന് കുടുംബം അറിയിച്ചു.